ഹലോ ഗൈസ്, നമ്മളൊരു പുതിയൊരു വീഡിയോ വന്നിരിക്കുകയാണ്. പുതിയൊരു ഗെയിമായിട്ട്. ഇപ്പോൾ പുതിയ വർഷമല്ല, അപ്പോൾ നമ്മൾ പുതിയൊരു ഗെയിമായിട്ട് വന്നിരിക്കുകയാണ്. ഗെയിമിൻ്റെ പേരാണ് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഇപ്പോൾ ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യാണ് നിങ്ങളെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിൻ്റെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗെയ്സ്, നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ടാക്കുകയാണ്. നമ്മുടെ 2026 ഫസ്റ്റത്തെ വീഡിയോ ആണ് ഗെയ്സ്. വീഡിയോ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്ത് സ്റ്റാർട്ടാകത്തെ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തെന്താ? വെൽക്കം ടു സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. ഓക്കെ ഓക്കെ ഇവിടെ ഇതെന്ത് സ്റ്റെക്ക് ഉണ്ട് ഗെയ്സ്. ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. അവിടെ സൂപ്പർ മാർക്കറ്റ് എഴുതിയിട്ടുണ്ട്, പക്ഷെ എന്തൊരു സ്റ്റെക്കിൽ കളിക്കാൻ ഇഷ്ടമല്ല നമുക്ക്. എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്, അഡ്ജസ്റ്റ്. അപ്പോൾ നമുക്ക് കളിക്കാം. വേറെ കയ്യിൽ തുടങ്ങിപ്പോയില്ലേ, നമുക്ക് കളിക്കാൻ തുടങ്ങാം. ഓക്കെ, എന്താണ് ഫസ്റ്റ്? ഓർഡർ ഗുഡ്സ് യൂസിങ് യുവർ കമ്പ്യൂട്ടർ. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൽ എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ. ഓക്കെ, ഇവിടെ എന്തൊക്കെയുണ്ട്? മ്യൂസിക് പ്ലെയറാ? എന്ത്? മ്യൂസിക് പ്ലെയർ ഒക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് മ്യൂസിക് കളയാൻ പറ്റും, പക്ഷെ പൈസ കൊടുക്കണം. ഇതെന്ത്? പ്രൊഡക്റ്റ് ലൈസൻസ് മാനേജ്മെൻറ്റ്. പിന്നെ ഇവിടെ ബാങ്ക് ഉണ്ട് ഗൈസ്, അതിൽ ലോൺ എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ പ്രൈസ് എന്തോ സാധനം ഉണ്ട്. അതിൽ നമുക്ക് പ്രൈസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ മാർക്കറ്റിൽ നമുക്ക് പ്രൊഡക്ട്സ് വാങ്ങാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരു എന്താണത്? കിരിയലോ ആ സാധനം ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു സാധനം ഇട്ടിട്ട്, പിന്നെ ഇത് ഇട്ടിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ വാങ്ങിക്കാം. നമ്മളതിൽ പൈസ ഇല്ല, എന്ത് ചെയ്യും? ഇതൊക്കെ ഒഴിവാക്കാം. ഇത് രണ്ടും പർച്ചേസ് ചെയ്യും. പക്ഷേ അതിന് ഭയങ്കര പൈസയാണ്. നമ്മളതിൽ പിന്നെ കുറച്ച് രൂപയേ ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് പർച്ചേസ് ചെയ്യാം. $35 പോയി, $12 ബാക്കിയുണ്ട്. ഓക്കെ, ഇവിടെ നമ്മളെ സാധനം വന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? ഇങ്ങനെ തുറക്കാണ്ട് ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് വെക്കുക. ഇതെന്താണ്? ഇതെന്ത്? എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ? ഇവിടേക്ക് വെക്കാനാണ് പറയണത്. ഇവിടെ പ്രശ്നമില്ല, ഒരു ചിഹ്നം കാണിക്കുന്നുണ്ട്, അത് നമുക്ക് ഇവിടേക്ക് വെക്കാം. ഇത് തന്നെ തുറന്നിട്ടാ നമ്മൾ വെക്കുമ്പോൾ. നമ്മളിവിടെ കളയണം. ഇതെന്താ ആവാത്ത? നമുക്ക് ത്രോ ചെയ്യാൻ പറ്റുന്നില്ലടാ. കുറേ നേരമില്ല. ഓള് പോയി. ഇല്ല ശരി. ഞാൻ ചോദിച്ചു ഉള്ളിൽ പോയി. ഇതെന്തത്? ഇങ്ങോട്ട് വേടാ, എടുക്കേ. എടുക്കുന്നില്ലല്ലോ, എടുക്കടാ. എടുത്ത്. ഇനി നമുക്ക് ഇവിടെ വെക്കാം. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. അവിടെ ഒരു ഇപ്പം റെഡിയായി. ഞാൻ എൻ്റർ അടിക്കാനുണ്ട്. ഞാൻ വേറെ സ്വിച്ച് ആക്കി. അത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും കേട്ടോ. അവിടെ ഒരു സ്വിച്ച് ഉണ്ടായിരുന്നു. ഇനി ഇവിടെ പ്രൈസ് സെറ്റ് ചെയ്യാനാണ് പറയണത്. ഇവിടെ എന്തോ മാർക്കറ്റ് പ്രൈസ് ഉണ്ട് 5.98. അത് നമുക്ക് കൊടുക്കാം. ഇവിടെ 5.90 $5.98 5.98 അല്ലേ? 98 $9. എന്താടാ ഇത്? പ്രൈസ് കറക്റ്റാണില്ലല്ലോ. 5.98 തന്നെയല്ലേ? ഓക്കെ, 5.98. ഓക്കെ, നമ്മളങ്ങനെ പ്രൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഓപ്പൺ ദ സ്റ്റോർ എന്നാണ് പറയണത്. നമ്മളെ സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ. ഓക്കെ, നമുക്ക് നമ്മളെ പീഡിയ തുറക്കാം. സ്റ്റോറ് നമ്മളങ്ങനെ തുറന്നിരിക്കുകയാണ് ഗൈസ്, നമ്മുടെ പീഡിയ. അതെന്താ? നമ്മളെ കസ്റ്റമറായിരുന്നു. ഞാൻ വിചാരിച്ചു വേറെ ആരാണ്. ഓക്കെ, കൗണ്ടറിൽ എങ്ങനെ കയറണേ? ഓക്കെ, ഇതൊക്കെ അവിടെ ക്യാഷ് തരുന്നുണ്ട് നമുക്ക്. ഇനി എന്താ ചെയ്യേണ്ടത്? 2 സെൻറ്റ് തിരിച്ചു കൊടുക്കാനാ. 2 സെൻറ്റ് എന്ന് പറയുമ്പോൾ 2 കോയിൻ. ഈ 1 സെൻറ്റിൻ്റെ 2 കോയിൻ കൊടുത്താൽ പോരെ?
ഓക്കെ 1 2 ഓക്കെ ഓക്കെ കഴിഞ്ഞു. അത് അടുത്ത കസ്റ്റമർ വരുന്നുണ്ട്. വെയിറ്റ് ഫോർ ദ സെക്കൻഡ്. ഓക്കെ ഓ ഇവിടെ ട്യൂട്ടോറിയലാണ് കേസ് അവിടെ കാണിക്കുന്നത്. നമുക്ക് കാർഡ് കിട്ടിയിട്ടുണ്ട്. കയ്യിൽ 5.98 അടിച്ചു കൊടുത്താൽ മതി. ഇതാട്ടോ സിമ്പിള്. ഇവിടെ നമുക്കിപ്പോഴും കാർഡാണ് കിട്ടിയത്. കാർഡ് ഭയങ്കര സിമ്പിളാണ്. ഇത് പൈസ ചേഞ്ച് കൊടുക്കുമ്പോഴത്തേനും 1 കൊല്ലം കഴിയും. ഓക്കെ നമ്മൾ വീണ്ടും ക്യാഷാണ് തന്നിരിക്കുന്നത്. എത്ര തിരിച്ചു കൊടുക്കണം? വീണ്ടും 2 സെൻറ്റാണ്. 1 2 ഓക്കെ പോയിക്കോ. ഓക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കസ്റ്റമർ. ഇവിടെ എന്തോ ഒബ്ജക്റ്റീവ് വന്നിട്ടുണ്ട്. പെർഫോം ചെക്കൗട്ട്സ് 25 ഇതിന് നമ്മൾ ചെയ്യണം കേട്ടോ. പിന്നെയും കാർഡാണുള്ളത് തന്നത്. തെറ്റിപ്പോയി പെട്ടെന്ന്. 2 കസ്റ്റമർ ഒരുമിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഫസ്റ്റ് ആണ് ഇവിടെ. ഓക്കെ ഇനി നമുക്ക് 5.98 ഗൈസ്. പിന്നെ ഇത് നല്ല ലാഭമാണ് കേട്ടോ. ഇത് എല്ലാവരും നമ്മളെ വീഡിയോക്ക് തന്നെ വരണേ. പിന്നെ 2 സെൻറ്റ് തന്നെയാണല്ലോ. 2 സെൻറ്റ് തന്നെ. ഓക്കെ നമുക്ക് അടുത്ത കസ്റ്റമറും പോയിട്ട് നമ്മൾക്കിപ്പോൾ 7 കസ്റ്റമർ നമ്മൾ കംപ്ലീറ്റ് ആക്കി. എത്ര പെട്ടെന്ന് നമ്മൾ 7 കസ്റ്റമറിനൊക്കെ കംപ്ലീറ്റ് ആക്കി. ഇതെന്താ ആരും വരാത്തെ? ഇവിടെ നമുക്ക് എന്തോ സാധനം ഉണ്ട്. എന്താ ലേറ്റ് ഇടാൻ പറ്റുമോ? രാത്രി ഇടാൻ തോന്നുന്നു. നമുക്ക് ഇപ്പോൾ ഇടണ്ട. ഇപ്പോൾ ഭയങ്കര വിളിച്ചാൽ നമ്മൾ അടുത്ത കസ്റ്റമർ വന്നു ഗൈസ്. കാർഡ് കാർഡ് ഭയങ്കര സിമ്പിളാണ്. അതെന്ത് പറ്റി? ഓക്കെ നമുക്ക് കാർഡിൽ അടിച്ചു കൊടുക്കാം. 5.98 5.98 ഓക്കെ ഗൈസ്. ഇവൻ ക്യാഷാണ് തരുന്നത്. എത്ര കൊടുക്കണം? ഒന്നും കൊടുക്കണ്ട ഗൈസ്. എല്ലാം ഇത് തന്നെ. ഓൻ കറക്റ്റ് പൈസ തന്നെ തന്ന്. നല്ലവന്. ഈ കുറച്ച് ചേഞ്ച് ഇങ്ങനെ കൊടുക്കണം. അതാണ് പണി. ഇതാകുമ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് അടിച്ചു കൊടുത്തിട്ട് ടിക്ക് കൊടുത്താൽ മതി. അല്ല ഇനി എന്താണ്? നമ്മൾ 10 കസ്റ്റമേഴ്സിന് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. 2 കസ്റ്റമർ ഇതാ ഒരുമിച്ച് വന്ന്. നമ്മളെ ക്രിയലോ ആ സാധനം തീർന്നുണ്ട്. ഇനി വാങ്ങണം എന്തോ. ഒരു ചേഞ്ച് കറക്റ്റാണ് തന്നത്. നമുക്ക് ചേഞ്ച് ഒന്നും കൊടുക്കണ്ട. കാർഡ് ഓക്കെ 5.98 നമ്മളങ്ങനെ അതും കംപ്ലീറ്റായി ഗൈസ്. പിന്നെ നമ്മുടെ സാധനം തീർന്നതിന് ആരും വരില്ല വീഡിയോക്ക്. നമുക്ക് ഓർഡർ ചെയ്യാം. എവിടെ? ഇത് പർച്ചേസ്. ഇത് മാത്രം ഇപ്പോൾ ഞാൻ ഓർഡർ ചെയ്യുന്നുള്ളൂ. കാരണം നമുക്ക് ഇപ്പം അധികം പൈസ ഒന്നുമില്ല. ഇതൊക്കെ ഇയാളെന്ത് ചെയ്യണേ? ഇങ്ങനെ നോക്കണോ? 0. ഓക്കെ നമ്മുടെ സാധനം ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് സാധനം എത്തും കൈസിയിൽ. ഓക്കെ തുറക്കാൻ നമ്മൾ ആ എൻട്രി തന്നെ അടിച്ചാൽ നമ്മൾ നേരത്തെ തുറക്കൂടാ. ഓക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഡസ്റ്റ്ബിന്നിൽ ത്രോ ചെയ്യാം. ഓക്കെ അതും കഴിഞ്ഞു. ഓക്കെ അതിന് കൗണ്ടറിൽ ബില്ലടിക്കാം. അതും തെറ്റി. നമ്മൾ വീണ്ടും ഓക്കെ ഇതെന്ത് കയറാൻ പറ്റുന്ന കയറി ഇതടിക്കുക. കാർഡ് എടുക്കുക. 5.98 അടിക്കുക. 5.98 ഓക്കെ ടിക്കോട് തന്നെ. നെക്സ്റ്റ് ഗായ്സ്. ഇത് നമ്മൾ മിക്കവാറും പൈസക്കാരാണ്. കാരണം കുറേ കസ്റ്റമേഴ്സ് ഈ ക്രിയലോ ആ സാധനം വാങ്ങാൻ വരുന്നുണ്ട്. അതിനെക്കൊണ്ട് നമുക്ക് ലാഭം കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളതിൽ ഇപ്പോഴും $57 അത്ര ആയിട്ടുള്ളൂ. അതാണ് നമ്മുടെ കുഴപ്പം. പൈസ കുറച്ച് കൂട്ടിയിട്ടാലേ കസ്റ്റമേഴ്സ് കുറയും ചിലപ്പോൾ. അതിനെക്കൊണ്ടാണ് ഞാൻ കൂട്ടിയിടാത്തത്.
ഇപ്പം ആരും വരുന്നില്ലേ? പിന്നെ ഈ ഒരു സാധനം തന്നെ വിൽക്കുക. അതാ പറഞ്ഞു തരുന്നില്ല. അപ്പം തന്നെ അടുത്ത് വന്ന്. ഓക്കെ, വന്നിട്ടുണ്ട്. ഇനി ക്യാഷാണ്. എത്ര തിരിച്ചു കൊടുക്കണം? 0 ചേഞ്ച്. പൈസ ഒന്നും കൊടുക്കണ്ട. അടുത്ത ആരാണ് നമ്മുടെ കസ്റ്റമർ? നമ്മളെ ഒരു ചേച്ചിയാണ് വന്നിട്ട്. ചേച്ചി. ഓക്കെ, എന്താണ് നോക്കാം. എത്ര? $4? ഇതെന്താ 4 പ്രാവശ്യം $1 കൊടുക്കാം? വേറെ വഴിയില്ല. പിന്നെ 2 സെൻറ്റ്. ഓക്കെ, അതിനെ പറഞ്ഞിട്ടുണ്ട്. 2 ചോക്കാപ്പിക്ക് വാങ്ങി. എത്ര അടിച്ചു നോക്കണം? ഓക്കെ, അത് കുഴപ്പമില്ല. ഓക്കെ, രാത്രി ഗൈസ് ടേൺ ഓൺ ദ ലൈറ്റ്സ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ലൈറ്റ് ഓൺ ആക്കാം. നമ്മൾ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. 2 ചോക്കാപ്പിക്കൊക്കെ വെച്ചിട്ടാണ് ഇപ്പം എല്ലാവരും വാങ്ങുന്നത് ഗൈസ്. ഇവിടെ 11.96 ഇത് വഴി വെച്ച് ചോക്കാപ്പിക്ക വാങ്ങിയുള്ളൂ. ചോക്കാപ്പിക്ക് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇതെത്ര തിരിച്ചു കൊടുക്കണം? പൈസയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് തിരിച്ചു കൊടുക്കാം. ഓക്കെ, കറക്റ്റ് പോയിക്കോ. ഓക്കെ, ഒരു സിറിയല് ക്രിയൽ എന്താ സാധനമാണ്? അതിങ്ങനെ എന്തോ ആണ്. ഇയാൾക്ക് ചേഞ്ച് കൊടുക്കണ്ട. ഭാഗ്യം ഇതുപോലത്തെ നല്ലവരൊക്കെ വരണം ഗൈസ്. ബാക്കിയുള്ളവരാണെങ്കിൽ ചേഞ്ച് കിട്ടാൻ വേണ്ടി വരും. നമുക്കെന്തായാലും ഇനി എന്താ ചെയ്യേണ്ടത് നമുക്കറിയില്ല. അടുത്ത കസ്റ്റമേഴ്സാണ്. ഇത് ബില്ലടിക്കുക തന്നെ ഇല്ലല്ലോ. നമുക്ക് ഇത് അപ്ഗ്രേഡൊക്കെ ചെയ്യാൻ പറ്റും. ലൈസൻസ് വാങ്ങാം, പുതിയ പ്രൊഡക്ട്സൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ കമ്പ്യൂട്ടർ എടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ കണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഭയങ്കര പൈസ വേണം അതിനൊക്കെ. ഒരു ലൈസൻസിന് $200. $200 ആണെങ്കിൽ നമുക്ക് $200 ഉണ്ടാക്കാം. പക്ഷെ കുറച്ച് പണിയാണ്. എന്താണ്? ഓക്കെ, നമ്മളറിയാണ്ട് പൈസ അങ്ങനെ കൊടുത്തു പോയാലേ കൂടുതൽ, അപ്പം നമുക്ക് മൈനസ് തിരിച്ചെടുക്കാൻ പറ്റും ഗൈസ്. അതാണ് ഇവിടെ കാണിച്ചത്. നമ്മൾ ഏകദേശം 25 ആവാനായിട്ടാ. നമുക്കിവിടെ വേറെ ഇത് ഓർഡർ ചെയ്യാൻ വെക്കാം. പൈസ എന്ത്? ഓക്കെ 9 മണിക്ക് ഈ സാധനം അടയ്ക്കും. അപ്പം നമുക്കും ക്ലോസ് ചെയ്ത് പോയാലും ഇവിടെ ക്ലോസ് ചെയ്യാൻ പറ്റും നമുക്ക്. ലേറ്റ് ഓഫ് ആക്ക്. എന്താണ് ചെയ്യേണ്ടത് ഇനി? ക്ലോസ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് ഇനി? ഓക്കെ, നമ്മൾ കൗണ്ടറും ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കൗണ്ടർ ക്ലോസ് ചെയ്യാനുള്ളതായിരുന്നു കേസ്. ഞാനാണെങ്കിൽ പൊട്ടത്തരം കാണിച്ചിട്ട് ഉള്ളിൽ കയറുന്ന സ്വിച്ച് ചെയ്താൽ മനസ്സിലാവാണ്ട്. എന്താ ചെയ്യേണ്ടത്? ഇപ്പം നമ്മളെ പീഡിയ ക്ലോസ് ചെയ്യാൻ. ഇതാണെങ്കിൽ ക്ലോസ് ആവുന്നുമില്ല. ഞാൻ പുറത്തിറങ്ങിയാൽ ക്ലോസ് ആവുമോ? ഓപ്പണ് ഇത് ഈ ചെക്കൗട്ട് ഒന്ന് തുറക്കാം നമുക്ക്. തുറന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ഗൈസ്. അതാണൊരു ഇത്. എന്താണ് ചെയ്യേണ്ടപ്പോൾ? ഭയങ്കര ഇടങ്ങേറാണ് ഗൈസ് ഇത്. നമുക്കാണെങ്കിൽ ഇവിടെ പീഡിയയിൽ നമ്മുടെ ഇതിൻ്റെ പേരെന്താണ്? ചോക്കോപിക്ക് കിറിയലോ അതാണ് ഗൈസ്. ഇത് കോൺഫ്ലേക്സ് കാര്യമുണ്ട്. കോൺഫ്ലേക്സ് ഇതെന്താണ്? അതാ നമുക്ക് ലോക്കഡാണ് ഇത്തെ ഓപ്ഷൻസൊക്കെ. പിന്നെ ഇവിടെ ഒരു ലോക്കഡ് ഉണ്ട്. ഇപ്പോഴല്ലേ മനസ്സിലായി. ക്ലോസ് എന്നടിക്കണം അവിടെ. ഇതെന്ത്? നമ്മൾ പീഡിയൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ റീസ്പോൺ ആയി ഗൈസ്. ഇത് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ സാധനം വാങ്ങട്ടെ, എന്നിട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, 2 കിറിയലോ നമുക്ക് ഒന്നാക്കാൻ പറ്റും. പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഫാസ്റ്റ് ഡെലിവറിയാണ് കേസ്. ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട്.
ഞാൻ തുറന്ന് അങ്ങോട്ടേക്ക് വെക്കാം. അങ്ങോട്ടേക്ക് വെക്ക്. ഓക്കെ, നമ്മൾ അങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ സാധനങ്ങൾ. ഇനി അവിടെ കളി. ഇനി നമുക്ക് പോയി ഓപ്പൺ ചെയ്യാം നമ്മുടെ വീഡിയോ. ഓയ്, ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യും ഗൈസ്. ഓപ്പൺ. അതൊരു രസമല്ലേ. ഇനി നമുക്ക് കസ്റ്റമർ വരുന്നവരെ കാത്തിരിക്കാം. ആകെ നമ്മൾ ഈ ചോക്കാപ്പിക്ക് മാത്രമേ വിൽക്കുന്നുള്ളൂ. കുറേ സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് നമുക്ക് ഇനിയും. ഫ്ലോറ്, മൈദപ്പൊടി, പിന്നെ മൈദപ്പൊടിയും പിന്നെ എന്തൊക്കെയോ വാങ്ങാണ്ട്. ഓയില്, പിന്നെ എന്തൊക്കെയുണ്ട് കേസ്, ഞാൻ ശ്രദ്ധിച്ചില്ല ഫുള്ളും. എന്താ ആരും വരാത്തെ? കുറേ നേരമായല്ലോ. കുറേ നേരം. നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ ഇന്നത്തെ ഫസ്റ്റ് കസ്റ്റമറാണ്. ഓക്കെ, 5.98. ഓക്കെ ഗീസ്, ഇവിടെ നമ്മുടെ നെക്സ്റ്റ് കസ്റ്റമർ വന്നിട്ടുണ്ട്. ഇന്നത്തെ സെക്കൻഡാമത്തെ. അയാൾ 2 ചോക്കോപ്പിക്ക് എടുത്ത്. ഞാൻ പറയില്ലേ, ഇവിടെ കൈ ഇങ്ങനെ 2 പ്രാവശ്യം ഇങ്ങനെ പോകുന്ന കണ്ടിന്. ഈ 2 എടുക്കുന്നവര് ഭയങ്കര ലാഭം ഉണ്ടാക്കും നമുക്ക്. അടുത്തവൻ വന്നിട്ടുണ്ട്. ഇവൻ 2 എടുക്കുവോ? ഓൻ 2 എടുത്ത്. ഇത് നമ്മൾ ലാഭത്തിൻ്റെ അങ്ങേയറ്റത്താണ് കേസ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചേഞ്ച് കൊടുക്കുന്ന ചെറിയ പണികൾ വരാറുണ്ട്. അതാണ് എനിക്കിഷ്ടമില്ലാത്തത്. ക്രെഡിറ്റ് കാർഡാണെങ്കിൽ പെട്ടെന്ന് കാര്യം കഴിഞ്ഞേനെ. ഓക്കെ, നമ്മുടെ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. 11.96. ഫിനിഷ്. കഴിഞ്ഞു. നമ്മുടെ മറ്റേ ഒബ്ജക്റ്റീവ് തീർന്നു. ക്ലോസ് ചെയ്യാം. ഇവിടെ എന്തോ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റേ എന്താ ലൈസൻസ്. അതിനെത്ര? ശരി. അതിന് നല്ല പൈസയാ. $200. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു $200. ഇനി എന്താണ്? സൂപ്പർ മാർക്കറ്റ്. നമുക്ക് ഇതിന് പേരൊന്നും മാറ്റാൻ പറ്റില്ല. ഇതാണൊരു ഇത്. അതന്നെ. നമുക്ക് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യാം. നമ്മൾ ഇതന്നെ വെച്ചിട്ടല്ലേ ഇങ്ങനെ ഇരിക്കണേ. നമ്മളെല്ലാം കൂടി അങ്ങോട്ട് പർച്ചേസ് ഉണ്ട്. പൈസ ഒത്തും തീർന്നു ഗൈസ്. ഇനി ആകെ കുറച്ച് ഉപ്പയും കൂടിയുള്ളൂ. കുറച്ച് ഡോളർ. ഇതെന്താ സുസുവോ? ഇതെന്താണ്? സുസു എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, ഇതൊക്കെ ഇങ്ങോട്ടേക്ക് വെക്കാം. ഓക്കെ, അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് വലിച്ചെറിയാം. നെക്സ്റ്റ് ഇതെന്താ സാധനം? പാസ്തയാന്ന് തോന്നുന്നു ഗൈസ്. പാസ്ത തന്നെ. ഞാൻ അതിൽ ചെറുതായിട്ട് കണ്ടിന് പാസ്താന്ന്. നെക്സ്റ്റ് എന്താണ്? ഇതെന്താണ്? ഓയിലാണ് ഗൈസ് ഇത്. ഓയിൽ ഇവിടെ വെക്കാം. ഓയിൽ കുറേ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ പൈസ ഇങ്ങോട്ട് എടുത്ത് എറിയാണ് കേസ്. എന്ത് അറിയാണ്ട് ആ സ്വിച്ച് ആക്കി പോയി. വീണ്ടും അറിയാണ്ട് ആ സ്വിച്ച് ആക്കി പോയി. ഓക്കെ, നമുക്കിനി എടുത്തിട്ട് ഇത് കളയാം കേസ്. ഓക്കെ, നെക്സ്റ്റ് ഫ്ലോറാണ് മൈദ എടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കാം. ഇവിടെ. ഓക്കെ, ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ മൈദ. അങ്ങനെ മൈദ പെട്ടിയും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ബ്രെഡും കൂടി വെക്കാം. ഓക്കെ, നമ്മുടെ ബ്രെഡ് ഇവിടെ തീർന്നു. ബ്രെഡും തീർന്നിട്ടുണ്ട് ഗൈസ്. ഇനി ഇങ്ങോട്ടേക്ക് വെക്കാം. എന്താണ്? നമുക്ക് പ്രൈസ് സെറ്റ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എല്ലാവരും കൂടി എടുത്തുകൊണ്ട് പോകും ഗൈസ്. എത്രയാണ് മാർക്കറ്റ് പ്രൈസ്? ഓക്കെ, മാർക്കറ്റ് പ്രൈസ് നമുക്ക് ഇഷ്ടമുള്ള പൈസ കിട്ടാമല്ലോ. ഇത്ര രൂപക്ക് ഇടുക. കറക്റ്റ് അത് തന്നെയാണ് ഗൈസ് മാർക്കറ്റ് പ്രൈസ്. $3. നെക്സ്റ്റ്
ഓക്കെ ഓക്കെ 4. എവിടെ ഈ ഓയിൽ നല്ല ഇതാട്ടോ, 4.50. ഇന്ന് നമ്മൾ ലാഭിച്ച് മരിക്കും. പക്ഷെ നമ്മുടെ പ്രോഫിറ്റ് $3 ഗൈസ്. ഓക്കെ എനിക്ക് ഇനി സുസുവിൻ്റെ ഇടാ. സുസു എന്ന് വെച്ചാൽ എന്താണ് ഗൈസ്? നമുക്കറിയില്ല, അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്യും ഗൈസ്, കമൻറ്റ് ചെയ്യും. നമ്മളതും ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബ്രെഡ്. ഓക്കെ ബ്രെഡ് ഇട്ട് കയ്യാനെല്ലാം ഓക്കെ ബ്രെഡും ഇട്ടിട്ടുണ്ട്. ഓഹോ എത്ര നേരം ഇങ്ങനെ നിൽക്കണം എന്നാ ഇതൊക്കെ. ഇനി നെക്സ്റ്റ് ഏതാ? ഫ്ലോർ, നമ്മളെ മൈദ അതെടുക്കാം. പോയിൻ്റ്. ഓക്കെ ഇപ്പോൾ തീർന്നു ഗൈസ്. ഇനി നമുക്ക് എന്താ ചെയ്യുക ഗൈസ്? ഇന്നത്തെ വീഡിയോ ഇത്ര മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. പോകുന്നതിൻ്റെ മുമ്പ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം ഗൈസ്. ആരും ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്തില്ല. പിന്നെ ഗൈസ് ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. 30 സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഫൈനലി അടിച്ചിരിക്കുകയാണ്. അതിന് സഹായിച്ച എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇനി നമ്മുടെ ടാർഗറ്റ് 50 സബ്സ്ക്രൈബേഴ്സാണ്. അതടിക്കാനും കൂടി എല്ലാവരും സഹായിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഗുഡ് ബൈ.